വൃദ്ധനും അയാളുടെ മകനും തന്റെ കഴുതയിൽ മേളയിൽ വിൽക്കാൻ ഒരു നാട്ടുവഴിയിലൂടെ കൊണ്ടുപോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്ന പെൺകുട്ടികളുടെ അടുത്തൂടെ നടന്നു പോവുകയായിരുന്നു. അതിലൊരു പെൺകുട്ടി മറ്റു പെൺകുട്ടികളോട് ഇപ്രകാരം പറഞ്ഞു: നോക്കൂ, ആ രണ്ടു മണ്ടന്മാരും പൊടിച്ചവിട്ടി നടക്കുന്നു, എന്നാൽ കഴുത സ്വസ്ഥമായി നടക്കുന്നു. പെൺകുട്ടികളുടെ വാക്കുകൾ കേട്ട ആ മനുഷ്യൻ തന്റെ മകനെ കഴുതപ്പുറത്ത് കയറ്റി. അവർ കുറച്ചു ദൂരം നടന്ന ശേഷം കുറച്ചു വൃദ്ധന്മാരെ കണ്ടുമുട്ടി. അവരിൽ ഒരു വൃദ്ധൻ അയാളെ നോക്കി മറ്റുള്ളവരോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ പറയാറുള്ളത് ശരിയല്ലേ, ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ വൃദ്ധന്മാരെ ശ്രദ്ധിക്കുന്നില്ല. വൃദ്ധനായ തന്റെ അച്ഛൻ നടന്നു പോകുന്നു, എന്നാൽ ആ ആൺകുട്ടി സവാരി ചെയ്തു പോകുന്നു. ഇത് കേട്ട ആ വൃദ്ധൻ തന്റെ മകനെ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. ശേഷം സ്വയം കഴുതപ്പുറത്ത് കയറിയിരുന്നു. കുറച്ചു ദൂരം നടന്ന ശേഷം കൈകളിൽ കുട്ടികളുമായി 3 സ്ത്രീകളെ കണ്ടുമുട്ടി. അതിലൊരു സ്ത്രീ മറ്റു സ്ത്രീകളോട് ഇപ്രകാരം പറഞ്ഞു: പാവം, ആ പയ്യൻ വളരെ ക്ഷീണിതനായി കാണപ്പെടുന്നു, എന്നാൽ അയാൾ രാജാവിനെ പോലെ സവാരി ചെയ്യുന്നു. ഇത് കേട്ട ആ വൃദ്ധൻ അയാളുടെ പിറകിലിരിക്കാൻ മകനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ യാത്ര തുടർന്നു. തന്റെ കഴുതയെ മേളയിൽ വിൽക്കാൻ പട്ടണത്തിന്റെ റോഡ് കയറുന്നതിനിടയിൽ കുറച്ചു ചെറുപ്പക്കാർ അവരെ തടഞ്ഞു നിർത്തി. അവരിൽ ഒരാൾ വൃദ്ധനോട് ഇപ്രകാരം ചോദിച്ചു: ഈ ഡോങ്കി നിങ്ങളുടേതാണോ? അതേന്ന് വൃദ്ധൻ മറുപടി കൊടുത്തു. ചെറുപ്പക്കാരൻ തുടർന്നു: കഴുത നിങ്ങളെ ചുമക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. കഴുത നിങ്ങളെ ചുമക്കുന്നതിനേക്കാൾ നിങ്ങൾ രണ്ടുപേരും കഴുതയെ ചുമക്കാനാണ് യോഗ്യൻ എന്ന് തോന്നുന്നു. അവരുടെ വാക്കുകേട്ട് വൃദ്ധനും മകനും കഴുതപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങി. അങ്ങനെ അവർ കഴുതയെ ചുമക്കാൻ തന്നെ തീരുമാനിച്ചു. കഴുതയുടെ കാലുകൾ കെട്ടി ഒരു വടിയിൽ കെട്ടി തൂക്കി. രണ്ടുപേരും ഓരോ അറ്റം പിടിച്ച് കഴുതയെയും ചുമന്ന് നടക്കാൻ തുടങ്ങി. ഇനി കുറച്ചു ദൂരം കൂടി നടന്നാൽ മേളയിലെത്താം. എന്നാൽ വഴിയിൽ കണ്ടുമുട്ടുന്നവരെല്ലാം അവരെ നോക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ഒരു വലിയ പാലത്തിനടുത്തെത്തി. പാലത്തിന്റെ നടുക്കെത്തിയപ്പോൾ കഴുത കാലുകൊണ്ട് കിക്ക് ചെയ്യാൻ തുടങ്ങി. കഴുത കാലുകൊണ്ട് ചവിട്ടി കയറ് മുറിക്കാൻ ശ്രമിക്കവേ പാലത്തിൽ നിന്നും താഴെ വെള്ളത്തിലേക്ക് വീണു. കഴുത മുങ്ങി മരിച്ചു. അവർ മേളത്തിലെത്തുവാനും സാധിച്ചില്ല. കഴുതയെ വിൽക്കുക എന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ അവർക്ക് സാധിച്ചില്ല. ശ്രദ്ധിക്കൂ, ഈ കഥ നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരിക്കലും മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ പ്രതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് നിർത്തുക. സ്വന്തം ജീവിതം സ്വന്തം ലക്ഷ്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക. എടുത്ത തീരുമാനം ശരിയാണെന്ന് സ്വയം ബോധപ്പെടുത്തുക. സ്ട്രോങ് ആയിരിക്കുക. ശരിയെന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക. സ്റ്റോറി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.